ഈ ഹെൽമെറ്റ് നോക്ക് ഗൈസ്, നൈറ്റി തിളങ്ങും. ഒരു ബട്ടൺ ഓഫ് ആക്കി കാണിച്ചിട്ടേ, ഓഫ് ആക്കണ്ടല്ലേ. സ്ട്രോ ബൈ ഇപ്പൊ ഓഫായി. സോ നമ്മളിതേ എത്തിയിരിക്കുന്ന ആക്സോറിന്റെ ഫാക്ടറിയിലാണ് കേട്ടോ. ഇവിടെ ഓൾവിൻ ഉണ്ട്, നമ്മുടെ കൂട്ടുകാരൻ ജർമ്മനിയിൽ നിന്ന് വന്ന നീൽ പീറ്റർ ജെൻസനോട് എല്ലാ അക്രമം കാണിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഫാക്ടറി അടുത്ത് പോവാം. Let's go inside. In my language, wir gucken uns jetzt die krasseste, größte Motorradmanufaktur hier in Indien an. AXOR Helmets. ഓ എന്താണ് ജർമ്മനി ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണല്ലേ. എന്തായാലും നമുക്ക് കയറി നോക്കാം. സോ എൻ്റർ ചെയ്യുവാണ്. ഇതാണ് നമ്മുടെ മച്ചാൻ്റെ സിഡ്. ഓ എത്ര വർക്കേഴ്സാണ് ഇവിടെ, ഏകദേശം 10,000 വർക്കേഴ്സാണുള്ളത്. കടാ റോ മെറ്റീരിയലൊക്കെ ഇവിടെ ABS ആണ് കണ്ടില്ല. റോ മെറ്റീരിയൽ ഇടും, എന്നിട്ട് അത് ഇവിടെ ചെന്ന് ഹീറ്റ് അപ് ടു വാട്ട് ടെമ്പറേച്ചർ കണ്ടാ, ഇത്ര ഡിഗ്രി ടെമ്പറേച്ചറിലോട്ട് ഹീറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. സെപ്പറേഷൻ ചെയ്യുന്നത്, എന്നിട്ട് ആ മെറ്റീരിയൽ സെപ്പറേഷൻ ചെയ്തിട്ട് തിരിച്ച് ഫിൽട്ടർ ചെയ്തിട്ട് വരുവാണ്. കണ്ട ഓരോ മെഷീൻ കണ്ടില്ലേ. That ABS was for the helmets. This is PC ABS. വൈസർ കണ്ട, പോളികാർബണേറ്റ് ആണ് വൈസറിന് ഉപയോഗിക്കുന്നത്. കണ്ട 104 ഡിഗ്രീസ് ഹീറ്റ് ചെയ്തെടുക്കുവാണ്. കണ്ട ഇതാണ് പോളികാർബണേറ്റ്. ഇത് വെച്ചാണ് നമ്മൾ വൈസറൊക്കെ സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആകാൻ വേണ്ടി ഈ മെറ്റീരിയൽ ഉപയോഗിക്കുന്നത്. കണ്ടില്ലേ, ഇതാണ് മെറ്റീരിയൽ. ഇപ്പോൾ ഹെൽമെറ്റിൻ്റെ ഷെല്ല് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് അതേ കണ്ടില്ലേ. ആ മെഷീൻ പുറത്ത് ഇഞ്ചക്ഷൻ മോൾഡിംഗ് എന്നാണ് പറയുന്നത്. അതേ കണ്ട് തട്ടിയിട്ട് 2 തട്ടിന് ഊരി എടുക്കുവാണ് ആ ഷെല്ല്. ബോൾട്ട് കണ്ട വേഗ ബോൾട്ട് ഇങ്ങനെയാണ് കേട്ടോ ഗൈസ് ഉണ്ടാക്കുന്നത്. ഷെല്ല് നോക്കി എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഷെല്ല് 90 സെക്കൻഡ്സിലാണ് ഇവർ ഉണ്ടാക്കിയെടുക്കുന്നത്. എത്ര ഫാസ്റ്റായിട്ട് എത്ര ഹെൽമെറ്റ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതിൻ്റെ ബാക്കി വരുന്ന സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയും. എന്നിട്ട് ഇൻസ്പെക്ഷൻ ചെയ്തിട്ട് ആ സ്റ്റിക്കർ, ക്വാളിറ്റി സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് വിടുവാണ്. അടുത്ത പ്രോസസ്സിലോട്ട് പോവാണ്. സോ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇഞ്ചക്ഷൻ മോൾഡിങ് ചെയ്ത് കഴിയുമ്പോഴേക്ക് കുറേ ലൈൻസ് ഉണ്ട്, ഇംപെർഫെക്ഷൻ ഹെൽമെറ്റ് ഉണ്ടാവും. അത് സ്മൂത്തൻ ഔട്ട് ചെയ്ത് കളയുക കേട്ടോ. ഇത് കണ്ടില്ലേ, അങ്ങനെ എക്സസീവായി വന്ന മോൾഡിങ് പ്രോസസ്സ് വന്ന ലൈൻസൊക്കെ ഷിപ്പ് ചെയ്ത് കട്ടയൊക്കെ ചെയ്ത് കളയും, ഫുൾ സ്മൂത്താക്കി എടുക്കുക. കണ്ടോ, ഇതാണ്ടോ പ്രോസസ്സ്. ഫുള്ള് സാൻഡ് ഔട്ട് ചെയ്ത് സ്മൂത്ത് ആക്കുവാണ്. എന്തിനാണല്ലേ സ്മൂത്ത് ആക്കുന്നത്, അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ഇവിടെ കേട്ടോ വൈസേഴ്സിന് സ്ക്രാച്ച് UV പ്രൊട്ടക്ഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കണ്ടില്ലേ. കണ്ട റിവേഴ്സ് ഓസ്മോസിനെ ക്ലീൻ ആയിട്ടുള്ള വെള്ളത്തിൽ ആദ്യം വെക്കും, എന്നിട്ടാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. കണ്ടില്ല, അത് ഹാർഡാക്കാനും അതേപോലെ ഒരു പ്രൊട്ടക്റ്റീവ് കോട്ടിങ്, ആൻറ്റി സ്ക്രാച്ച് കോട്ടിങ് പ്രോപ്പർട്ടീസും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്ന കേട്ടോ. എന്ത് രസമാണ്, തിളങ്ങിയിരിക്കണല്ലേ. എല്ലാ മെഷീൻസായിട്ടോ ചെയ്യുന്നത്, ഫാസ്റ്റായിട്ടാണ് ചെയ്യുന്നത്. 40,000 ഹെൽമെറ്റൊക്കെ ഒരു ദിവസം ഉണ്ടാക്കാനുള്ളത്. അതിൽ എല്ലാത്തിനും വൈസറായിട്ട് സ്റ്റഡി, പിന്നെ റെഡി സ്റ്റോക്കിനും ഉണ്ടാക്കാൻ വേണ്ടി ഈ പ്രോസസ്സ് ചെയ്യുന്നത്. ഗ്രൈൻഡിങ് പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ട് കംപ്ലീറ്റ്ലി സ്മൂത്ത് ആക്കിയിട്ടുണ്ട് കണ്ടില്ലേ. അങ്ങനെ എല്ലാ ഹെൽമെറ്റ്സും കഴിഞ്ഞിട്ട് ഈ കൺവെയർ ബെൽറ്റിൽ ഈ ചേട്ടനിലുണ്ട്. ഈ ചേട്ടൻ എല്ലാം ഇൻസ്പെക്ട് ചെയ്തിട്ട് എല്ലാം സെറ്റാക്കി വെക്കും. എന്നിട്ടാണ് ഇപ്പുറത്ത് പോകുമ്പോൾ എന്താ നോക്ക് പെയിൻറ്റ് അടിക്കുക കേട്ടോ. അത്രയും സ്മൂത്താക്കി സർഫസ് ഉള്ളതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഗ്ലോസ് കളർ, അത് ഓരോ കളർ ഇഷ്ടമുള്ള പോലെ അടിക്കുക. ഓരോ ഗ്രാഫിക്സ് ചെയ്താൽ, സ്റ്റിക്കർ ചെയ്താൽ, ഹൈഡ്രോഗ്രാഫിക്സ് ചെയ്യേണ്ട ഓരോ കളർ ഗ്രാഫിക്സ് എല്ലാത്തിനും വേണ്ടി ആ സ്മൂത്ത് ആക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ ഗ്രാഫിക്സ് കളറൊക്കെ അടിക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെയിൻറ്റ് ചെയ്തിട്ട് ഇതേ കണ്ട ആ മുറി കണ്ടില്ലേ, അതിന് ഓവൻ എന്നാ പറയുക, ഹീറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് ഡ്രൈ ചെയ്യാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്ന കേട്ടോ. ഇതേ കണ്ടില്ലേ. ഇപ്പോൾ ബേസ് പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമുക്ക് സ്റ്റിക്കർ ചെയ്യാൻ പറ്റില്ല. അതൊന്നും വെറ്റ് സാൻഡ് ചെയ്യണം. കണ്ട ഫൈനായിട്ടുള്ള സാൻഡ് പേപ്പർ വാട്ടറൊക്കെ വെച്ചിട്ട് വെറ്റ് സാൻഡ് ചെയ്യുന്നുണ്ടോ സർഫസൊക്കെ, അപ്പോഴാണ് നമുക്ക് സ്റ്റിക്കർ ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റിക്കറും ഗ്രാഫിക്സും വിനൈൽസൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും മാത്രമേ അത് പ്രോപ്പർ സ്റ്റിക്കിങ് ചെയ്യുള്ളൂ. അതിനാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ, ഇത് വാട്ടർ ഡീക്കാൽസ് എന്നാണ് പറയുന്നത്. ഇതാണ് എടുത്ത് ഒട്ടിക്കുന്നത്. കണ്ട ഒന്നൊന്നായിട്ട് അപ്ലൈ ചെയ്യുന്നത് കണ്ടില്ലേ. ഈ പ്രോസസ് കണ്ടോ, കണ്ട സ്റ്റിക്കേഴ്സ് കണ്ട ബാറ്റ്മാൻ സീരീസ് ഹെൽമെറ്റൊക്കെ ഗ്രാഫിക്സ് ചെയ്യുന്നത് കണ്ടില്ലേ. ഓരോ സാധനമൊക്കെ പ്രോപ്പറായിട്ട് ഈ ചേച്ചിമാരാണ് ഒട്ടിക്കുന്നത് കേട്ടോ. എല്ലാം പ്രോപ്പർ ചെയ്ത് ബാറ്റ്മാൻ 1 ഓരോ പീസ് ഓഫ് ദ വിനൈൽ സ്റ്റിക്കർ ഗ്രാഫിക്സ് ഒക്കെ ഓരോ ചേച്ചി ഓരോ ആൾക്കാരുടെ ഡ്യൂട്ടിയാണ് ഓരോന്ന് ചെയ്ത കണ്ടേ. അത് ഈ ബെൽറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി പോകുമ്പോൾ ഓരോ ഫിനിഷ് ചെയ്ത് വരുന്നുണ്ട്. ഇവിടെ കുറച്ച് വേഗം ലോഗോ അടിക്കും, അവിടെ ചിലപ്പോൾ കുറച്ച് ക്രൗൺ പാർട്സ് അടിക്കും, അവിടെ ചില വേറെ പാർട്സ് അടിക്കും. അങ്ങനെ ഫുൾ ത്രൂ ഔട്ട് ആ അറ്റം എത്തുമ്പോഴേക്ക് കംപ്ലീറ്റ് ഹെൽമെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഇതേ കണ്ടില്ല, ഫൈനൽ ഹെൽമെറ്റ് ഇങ്ങനെയൊക്കെ നോക്കി. ഇതേ കണ്ട ഔട്ട് കാണിച്ചു തരാം, എങ്ങനെ ഇരിക്കുമെന്ന് കാണിച്ചാൽ അവസാനത്തെ വിഷ്വൽ ഒന്ന് ഇൻസ്പെക്ഷൻ കൂടി ചെക്ക് ചെയ്യേണ്ട. എല്ലാം പ്രോപ്പർ തന്നെയാണോ, ഗ്രാഫിക്സ് ഒക്കെ പ്രോപ്പർ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി വീണ്ടും ചെക്ക് ചെയ്തിരിക്കും കേട്ടോ.
കണ്ടില്ലേ ഗൈസ്, ഇതാണ് നാളെ ലോഞ്ച് ചെയ്യാൻ പോണ ഹെൽമെറ്റ്. ഈ വീഡിയോ നിങ്ങൾ പിന്നെ കാണില്ല, പക്ഷേ നമ്മൾ നേരത്തെ ഹെൽമെറ്റ് കണ്ട് ഇതൊക്കെയാണ് ടെസ്റ്റ് ചെയ്ത് ഇറക്കുന്ന ഹെൽമെറ്റ്. നോക്കി എങ്ങനെയുണ്ട് സാധനം, അല്ലേ അടിപൊളിയായിട്ട് അല്ലേ ഒളിവിനെ, സാധനം കൊള്ളാട്ടെ. അഫോർഡബിൾ പ്രൈസ് ആയിട്ട് ഒരു മോട്ടോക്രോസ് ഹെൽമെറ്റാണ്, ഡേർട്ട് ഹെൽമെറ്റാണ്, സംഭവം കൊള്ളാം, അടിപൊളിയാണ്. ഓ എക്സ്റ്റെൻഡബിൾ വീക്ക്. സോ ഇതാണ്ട് ലാക്കറിങ് റൂമാണ്. ഇപ്പോൾ ഗ്ലോസ് പിരിച്ച് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചായിട്ട് ഇതിൻ്റെ ഗ്ലോസിൻ്റെ മുകളിൽ ലാക്കറിങ് കൂടി ചെയ്യും കേട്ടോ. ആ ലാക്കറിങ് ചെയ്യുമ്പോൾ ആ ഗ്ലോസ് ഫിനിഷ് വരുന്ന ഈ ഹെൽമെറ്റ്സിനൊക്കെ. മാറ്റ് ഹെൽമെറ്റ്സ് ഡയറക്റ്റ് ഓവനിൽ പോയിട്ട് ഹീറ്റ് ചെയ്യും കേട്ടോ. അങ്ങനെ രണ്ടും ഡിഫറെൻറ്റ് മാറ്റും ഗ്ലോസി ഹെൽമെറ്റ്സും ആക്കിയെടുക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മാറ്റ് ഹെൽമെറ്റ്സ് കാണണ്ടേ? സോ ഇത് കണ്ടോ, മാറ്റിന് പ്രീ ഹീറ്റ് ഈ ഓവനിൽ ഹീറ്റ് ചെയ്ത് വന്നിട്ട് ഇൻസ്പെക്ട് ചെയ്ത് തിരിച്ചിവിടെ ഡ്രൈ ചെയ്യാൻ വേണ്ടി വെക്കും. ഇങ്ങനെയാണ് മാറ്റ് ഹെൽമെറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. സോ ഇത് കണ്ടില്ല, എല്ലാ പ്രോസസ്സും കഴിഞ്ഞിട്ട് ഷെല്ല് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്ന പ്രോസസ്സാണ് ഈ അസംബ്ലി ലൈൻ. ഇവിടെയാണ് എല്ലാ ഹെൽമെറ്റിൻ്റെ കോമ്പോണൻസ് ചെയിൻ സ്ട്രാപ്പ്, അതിൻ്റെ ബീഡിങ് അതെല്ലാം ഇൻസ്റ്റാൾ ചെയ്യുന്നു. നോക്കുക, എല്ലാ വർക്കേഴ്സും ഇന്ന് വർക്ക് ചെയ്യുക, ചുറ്റും ഇന്ന് അറൗണ്ട് ദ ക്ലോക്ക് വർക്ക് ചെയ്യുകയാണ്. എല്ലാവരും നോക്കിക്കോട്ടെ, എന്തൊക്കെ നമ്മൾ എന്തോ സെറ്റപ്പ് ചെയ്യുകയാണ്, ടെസ്റ്റിംഗ് ആണ് അതൊക്കെ. ഇല്ല, എല്ലാവരും നോക്കുന്നുണ്ടില്ല. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന ഓരോ വെക്കുക, അവരുടെ പാഡിങ്സ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് ഓരോ ലൈനായിട്ട് അങ്ങോട്ട് പോയി ഫുള്ള് ആ അറ്റത്തുമ്പോഴേക്ക് കംപ്ലീറ്റ് പ്രോസസ്സിന് ഹെൽമെറ്റ് കഴിഞ്ഞ് റെഡിയാക്കി. അതോടെ കഴിഞ്ഞില്ല, ബാക്കി അവസാനം ഒരു വിഷ്വൽ ഇൻസ്പെക്ഷൻ ISI മാർക്കിങ് കൊടുക്കുന്നുണ്ട്. ആ ഡിഫറൻറ്റ് സ്റ്റെപ്പ് അതും ഞാൻ കാണിച്ചു തരാം. സോ ഇതാണ് ഫൈനൽ ഹെൽമെറ്റ്. അത് പാക്കേജ് ചെയ്തുകൊണ്ടിരിക്കും, ISI സ്റ്റിക്കർ എല്ലാ സാധനവും ഒട്ടിച്ച് കഴിഞ്ഞ് എവിടെ ഫൈനൽ QC പാസ്റ്റ് കണ്ടില്ലേ, അത് സ്റ്റിക്കർ ചെയ്ത് കഴിഞ്ഞാൽ പാക്ക് ചെയ്യുവാണ്. എവറിത്തിങ് പാക്ക് ചെയ്ത് ഇൻസ്പെക്ട് ചെയ്തിട്ട് ഓരോ ബോക്സിലോട്ട് ആക്കുവാണ്. എന്നിട്ടാണ് ഈ ബോക്സ് നിങ്ങളുടെ അടുത്ത് എത്തുന്നത്. ഇങ്ങനെയാണ് കേട്ടോ ഹെൽമെറ്റ്സ് ഉണ്ടാക്കുന്നത്. വലിയ പ്രോസസ്സാണ്. കുറേ ടൈം വെച്ച് കുറേ എഫേർട്ട്, കുറേ ആൾക്കാരുടെയൊക്കെ എഫേർട്സ് വെച്ചിട്ടാണ് ഹെൽമെറ്റ് വരുന്നത്. ഇങ്ങനെയാണ് ഇന്ത്യയിൽ ഹെൽമെറ്റ്സ് പ്രൊഡക്ഷൻ ചെയ്യുക. ഇങ്ങനെയാണ് AXOR ഹെൽമെറ്റ്സ് ആ ബീങ് എ ടോപ്പ് ക്വാളിറ്റി ഹെൽമെറ്റ്സ് ഇൻ ഇന്ത്യ ഫോർ ദ വേൾഡ് ഡിസൈൻ ചെയ്യുന്നതൊക്കെ ഇവിടെ ബെൽഗാം എന്ന സ്ഥലത്താണ് കേട്ടോ. കണ്ടില്ല, ഇവരെല്ലാവരും വർക്ക് ചെയ്യുന്ന അടിപൊളി എക്സ്പീരിയൻസ് ആയത്. കുറേ കാര്യം പഠിക്കാൻ പറ്റി, എങ്ങനെ ഹെൽമെറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഓരോ കാര്യം, ഹെൽമെറ്റിൻ്റെ സേഫ്റ്റി റേറ്റിംഗ്സ് ഒക്കെ, അങ്ങനെ കുറേ കാര്യം പഠിക്കാൻ പറ്റി. സോ നമ്മുടെ മുത്തുക്കളെല്ലാവരും അഥവാ ഇപ്പോൾ ഓൾവിനുണ്ട്, സിദ്ധുണ്ട്. നമുക്ക് സിദ്ധാണ് ഇവിടുത്തെ AXORൻ്റെ മെയിനായിട്ട് എല്ലാ കാര്യവും പറഞ്ഞു തന്നത്. എങ്ങനെയൊക്കെയാണ് ഇത് ഡിസൈൻ ചെയ്യുന്നത്, എല്ലാ ഫ്രം ദ സ്റ്റാർട്ട് തൊട്ട് അസംബിൾ ചെയ്യുന്നവരെ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ എല്ലാവരും നോക്കുന്നത് കണ്ടില്ലേ. സോ ദാറ്റ്സ് എ റാപ്പ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇതായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് അതിനൊക്കെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ അതൊക്കെ ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.